വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും ബി നേതാക്കളും വെള്ളിയാഴ്ച നടത്തിയ രണ്ടാം വട്ട ചർച്ചയിൽ രണ്ടാവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ച് കേന്ദ്രം. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. എന്നാൽ സമരക്കാർ ഉന്നയിച്ച മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ല. ശനിയാഴ്ച 3:30 വീണ്ടും ചർച്ച നടക്കും. പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ രാജ്യവ്യാപകമായി സമരം ശക്തിപ്പെടുത്താനാണ് ബി തീരുമാനം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ കേട്ടതായും ശനിയാഴ്ച വീണ്ടും ചർച്ചയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പറഞ്ഞു. മന്ത്രിമാർ ഒരു ദിവസത്തെ സമയം ചോദിച്ചെന്നും ബി നേതാക്കൾ പറഞ്ഞു. ബി പ്രതിനിധികളായ സൗരവ് ദാസും അശുതോഷ് റാങ്കയും മന്ത്രിമാരായ ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പാർലമെന്റിന് സമീപത്തെ വിത്തൽഭായ് പട്ടേൽ ഹൌസിലായിരുന്നു ചർച്ച. മന്ത്രി പ്രധാന്റെ രാജി, ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലെന്ന് ബി സംഘം കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർക്ക് കത്തു നൽകി. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതിന് കേന്ദ്ര സർക്കാരും ദ്രുതകർമ്മസേനാ മേധാവിയും ഡൽഹി പോലീസ് കമ്മീഷണറും പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. അതിനിടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 5ാം ദിവസവും പാർലമെന്റ് തടസ്സപ്പെട്ടു. ചർച്ചയാകാമെന്ന് സർക്കാർ ആവർത്തിച്ചെങ്കിലും പ്രധാന്റെ രാജിയായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കാൻ മഹാരാഷ്ട്രയിൽ 2, മധ്യപ്രദേശിൽ 4 അതിവേഗ കോടതികൾ സ്ഥാപിച്ചു. നീറ്റ് ഉൾപ്പെടെ ദേശീയ പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഉടച്ചുവാർക്കൽ നടപടി ആരംഭിച്ച കേന്ദ്രം 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഇതിനു പുറമെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾക്കും കേന്ദ്രം തുടക്കമിട്ടു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട്. ബിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. അതേസമയം വ്യാഴാഴ്ച രാത്രി 11:52 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ വീഡിയോ പുറത്തുവന്നത്. വീഡിയോ പുറത്തുവന്നതിന് ശേഷം പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ വന്ന് 24 മണിക്കൂറിനകം നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റാഗ്രാമിൽ 10 ലക്ഷം ഫോളോവേഴ്സ് കൂടി. നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 102 ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. വ്യാഴാഴ്ചയിലെ വീഡിയോ വിജയമായതോടെയാണ് അതിന് നന്ദി പറയാൻ അടുത്ത ദിവസവും രാത്രി പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത്. രാത്രിയിൽ 11 മണിക്ക് ശേഷമാണ് രണ്ടാമത്തെ ദിവസവും പ്രധാനമന്ത്രി ലഘു വീഡിയോയുമായി എത്തിയത്. നന്ദി സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രിയാണ് നിങ്ങളെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചത്. വീഡിയോയോട് നിങ്ങൾ പ്രതികരിച്ച രീതി, നല്ല നിർദ്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി, പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു. ഒപ്പം വീഡിയോയുടെ അവസാന ഭാഗത്ത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും, ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകും, നന്ദി സുഹൃത്തുക്കളെ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നാളത്തെ മന്ത്രിസഭയിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കൂടുതൽ കർശന നടപടി ഉണ്ടാകുമെന്ന തലക്കെട്ടിലാണ് മോദിയുടെ ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങുമെന്ന് ബി സ്ഥാപകൻ അഭിജിത് ദീപ്കെ സമരവേദിയിൽ പറഞ്ഞു. മന്ത്രിയുടെ രാജിക്ക് വേണ്ടി അനന്തമായി കാത്തിരിക്കാനാവില്ലെന്നും ബി വക്താവ് അശുതോഷ് റാങ്ക സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. യുവജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. 1-2 ദിവസത്തിനുള്ളിൽ മന്ത്രി പ്രധാൻ രാജിവെച്ച് ഒഴിയുന്നില്ലെങ്കിൽ ഒരു രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കൂടി ആഹ്വാനം ചെയ്യുമെന്നാണ് റാങ്കെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.